PV അൻവർ പുറത്തേക്ക് തൊടുത്തുവിട്ട പല അസ്ത്രങ്ങളും വലിയ സന്തോഷത്തോടെയാണ് പലരും സ്വീകരിച്ചത്. എല്ലാവരും അത് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശിഷ്യ മാധ്യമങ്ങളും പ്രതിപക്ഷവും അടക്കമുള്ളവർ അത് വല്ലാതെ ആഘോഷിക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന PV അൻവറിൻ്റെ ആക്രമണങ്ങളെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഇന്ന് രാവിലെ ഡൽഹി കേരള ഹൗസിൽ പിണറായി വിജയൻ ഈ പറയുന്ന അൻവറിൻ്റെ ആരോപണങ്ങളെ പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെയാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തത വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് PV അൻവറിൻ്റെ കടന്നാക്രമണം ആസൂത്രണമാണെന്നതിനുള്ള തെളിവ് സമീപ നാടുകളിൽ ഇടപെടലാണെന്നുള്ള വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പോലീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ SP ശശിധരനെതിരെ വിമർശനം ഉന്നയിച്ചത് ഓഗസ്റ്റ് 20-നാണ് അൻവർ ആദ്യം രംഗത്ത് വരുന്നത്. ജനങ്ങളെ പോലീസ് ദ്രോഹിക്കുന്നു, പെറ്റി കേസുകൾ കൂട്ടാൻ കോട്ട തുടങ്ങിയ ആരോപണങ്ങളും അന്ന് ഉന്നയിച്ചു. അതൃപ്തനായ ശശിധരൻ ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കി വേദി വിട്ടു. SP ക്യാമ്പ് ഓഫീസിലെ തേക്ക് മുറിച്ച് ഫർണിച്ചറുകൾ നിർമ്മിച്ചു എന്നതായിരുന്നു അടുത്ത അൻവറിൻ്റെ ആരോപണം. ക്യാമ്പ് ഓഫീസിലെത്തി മരങ്ങൾ നേരിൽ കാണാൻ ശ്രമിച്ചു, നടന്നില്ല. മരമുറി കോടതിയുടെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം, SP-ക്കെതിരെ നടപടിയെടുക്കണം തുടങ്ങി ആവശ്യപ്പെട്ട് അടുത്ത ദിവസം മലപ്പുറം SP ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സമരം നടത്തി. തുടർന്ന് സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണം അൻവർ പുറത്തുവിട്ടു. MR അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി. അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിമാണ്, P ശശി പരാജയമാണ്, മുഖ്യമന്ത്രിയെ കൊലച്ചതിക്ക് വിട്ടുകൊടുക്കാൻ വയ്യ എന്നിങ്ങനെയായിരുന്നു പിന്നീടുള്ള വിമർശനങ്ങൾ. പിന്നീട് തോക്ക് ലൈസൻസിനായി അൻവർ മലപ്പുറം കളക്ടർക്ക് അപേക്ഷയും നൽകി. തിരുവനന്തപുരം കവടിയാറിൽ രമ്യഹർമ്മിൻ നിർമ്മിക്കുന്നതടക്കം ADGP-ക്കെതിരെ വീണ്ടും ആരോപണങ്ങളുമായി അൻവർ രംഗത്ത് വന്നു. ഇതിനിടെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം രൂപീകരിച്ചു. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചു. സുജിത് ദാസിനെ ഇതിനിടയിൽ സസ്പെൻഡ് ചെയ്തു. ഇങ്ങനെ അന്വേഷണവും ആവശ്യമായ കാര്യങ്ങളും സർക്കാർ നടപടിക്രമങ്ങൾ അനുസരിച്ച് നടന്നു വരുന്നുണ്ട്. എന്നാൽ ഇതിനിടയിലെല്ലാം ആസൂത്രിതമായി പ്രകോപനം സൃഷ്ടിക്കുകയും പാർട്ടിയെയും സർക്കാരിനെയും പ്രതികരണത്തിന് നിർബന്ധിതമാക്കുകയുമായിരുന്നു PV അൻവർ. ആരോപണങ്ങൾ ഉന്നയിച്ച് കൃത്യമായി പദ്ധതിയിടുക, തനിക്ക് കിട്ടുന്ന മാധ്യമ ശ്രദ്ധ പാർട്ടിക്കെതിരെ തിരിച്ചുവിടുക, P ശശിയെ പലതവണ അപകീർത്തിപ്പെടുത്തുക, എന്തിനെന്ന വിശദീകരണമൊന്നും ഇല്ലാതെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. സംശയത്തിൻ്റെ പുകമറയിൽ നിർത്തി പാർട്ടിയെയും സർക്കാരിനെയും ആക്ഷേപിക്കലാണ് ലക്ഷ്യമെന്നുള്ള കാര്യം ഇവിടെ ഒരു രീതിയിൽ വ്യക്തമാണ്. കാരണം CPM-ൻ്റെ സംഘബലം ഉപയോഗിച്ച് തന്നെയാണ് PV അൻവർ നിയമസഭയിൽ എത്തിയത്. അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഇടതുപക്ഷ വോട്ടുകളാണ് അവിടെ വീണത്. പാർട്ടി ജയിപ്പിച്ച പാർട്ടിയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് നേതാക്കന്മാരെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് PV അൻവർ ഇപ്പോൾ രംഗത്ത് വരുന്നത്. അതായത് മരിച്ചുപോയ പാർട്ടി സെക്രട്ടറിമാരെല്ലാം നല്ലവരാണെന്ന് വാദിക്കാനും PV അൻവർ സമയം കണ്ടെത്തുന്നു. യഥാർത്ഥത്തിൽ PV അൻവറിൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. കാര്യങ്ങൾ നെല്ലും പതിരും നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഏതായാലും സമയമെടുക്കും. കാരണം ഇതൊരു അടുക്കള ഹോട്ടലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അലമാരിയിൽ നിന്നൊരു പലഹാരം എടുത്ത് കൊടുക്കുന്നത് പോലെയല്ല. കൃത്യമായ അന്വേഷണങ്ങളും തെളിവ് ശേഖരണവും മറ്റു കാര്യങ്ങളും എല്ലാം ഈ കാര്യങ്ങളിലെല്ലാം ആവശ്യമാണ്. അൻവറിൻ്റെ ആവശ്യങ്ങൾ ആരും തള്ളിയിട്ടില്ല. പക്ഷേ അവതരിപ്പിച്ച രീതി ശരിയാണോ, എടുത്ത സമീപനം ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വീണ്ടും വിചാരത്തിനെങ്കിലും അൻവർ തയ്യാറാകേണ്ടതുണ്ട്. ഇതിനിടയിൽ കൃത്യമായ ഒരു കാര്യം ഉറപ്പാണ്. LDF-ൽ നിന്ന് ഇടതുപാളയത്തിൽ നിന്നും ഇറങ്ങി ഓടുവാൻ വേണ്ടി അൻവർ കണ്ടെത്തുന്ന ഓരോ മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇടതുപക്ഷം കൂടുതൽ ശക്തിയാർജിക്കുക തന്നെ ചെയ്യും. PV അൻവർ രാഷ്ട്രീയ കേരളത്തിൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്.